ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. അത്തിയിലകൾ പോരാ, മൃഗത്തോല് തന്നെ വേണം നാണം മറയ്ക്കാൻ. എന്തുകൊണ്ട്? പഴയ നിയമ വചനധ്യാനം ക്ലാസ് 42. ഈശോയുടെ ജനനത്തിന്റെ ജൂബിലിയാണ്, 2025 ജൂബിലിയാണ് ഇപ്പം നമ്മൾ ആഘോഷിക്കുന്നത്. 2033 യേശുവിന്റെ ഉത്ഥാനത്തിന്റെ, മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും 2000 മഹാജൂബിലിയാണ്. അതിന് ഒരുക്കമായിട്ടുള്ള നവവത്സര ധ്യാനം നമ്മൾ കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചു. നമ്മളത് തുടരുകയാണ്. അതിൽ 42ാമത്തെ ക്ലാസ്സാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങളാണ് നമ്മളിന്ന് ധ്യാനത്തിന് വിഷയമാക്കുന്നത്. ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും ജ്ഞാനം പ്രാപിക്കാൻ അഭികാമ്യവും ആണെന്ന് കണ്ട് സ്ത്രീ അത് പറിച്ചു തിന്നു. കൂടെയുണ്ടായിരുന്ന ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറക്കപ്പെട്ടു. തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു. അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി ധരിച്ചു. ഞാനൊരു കഥ പറഞ്ഞിട്ട് തുടങ്ങാം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആഫ്രിക്കയിൽ ചെന്നപ്പോൾ സംഭവിച്ചതായി പറയപ്പെടുന്ന ഒരു കഥയാണ്. ചിലപ്പോൾ കഥയായിരിക്കാം, എങ്കിലും അതിലൊരു കാര്യമുണ്ട്. നിങ്ങൾക്കറിയാവുന്നത് പോലെ പല ഗോത്രങ്ങളും, ആഫ്രിക്കയിലെ പല ഗോത്രങ്ങളും ഇപ്പോഴും ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും മേൽവസ്ത്രം ധരിക്കില്ല. നമ്മുടെ നാട്ടിൽ 1936 വരെ ഈഴവ സമുദായത്തിനും അതുപോലെയുള്ള താഴ്ന്ന ജാതിക്കാരെന്ന് വിളിക്കപ്പെടുന്നവർക്കും മാറുമറയ്ക്കാനോ മുട്ടിന് താഴെ മുണ്ടെടുക്കാനോ ഒന്നും അനുവാദമുണ്ടായിരുന്നില്ല. അത് അനുവാദമില്ലാത്ത ജാതി വ്യവസ്ഥ. ഈ ആഫ്രിക്കൻ ഗോത്രങ്ങളിൽ അത് മേൽവസ്ത്രം ധരിക്കുന്ന ശീലമില്ല. താഴെയാണെങ്കിലും നാണം മറയ്ക്കുന്നത് ചില അത്തിയിലകൾ പോലുള്ള ഇലകൾ കൂട്ടിത്തുന്നിയിട്ടാണ്, അല്ലാതെ വസ്ത്രം ധരിക്കുന്ന രീതിയില്ല. അപ്പം ഇങ്ങനെ മാർപ്പാപ്പ ചെന്നപ്പോൾ ഗോത്രങ്ങൾ, ആയിരക്കണക്കിന് ആളുകൾ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഈ സ്ത്രീ പുരുഷന്മാർ മേൽവസ്ത്രം ധരിക്കാതെയാണ് നിൽക്കുന്നത്. അപ്പോൾ പ്രസംഗത്തിൽ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു അത്രേ, ഈ മേൽഭാഗം മറയ്ക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. മേൽഭാഗം മറയ്ക്കുന്നത് നല്ലതാണ്, മറയ്ക്കുന്നത് നല്ലതാണ്. അതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് മാർപ്പാപ്പ പിന്നെയും ചെന്നു. അവിടെ ചെന്നപ്പോൾ ഈ മാർപ്പാപ്പ പറഞ്ഞത് കേട്ട് ഈ താഴെയുണ്ടായിരുന്ന വസ്ത്രം അത് അവിടെ നിന്ന് അഴിച്ച് അവര് മറച്ചു, മുകളിൽ മറച്ചു. അപ്പോൾ താഴെ നഗ്നമായി കിടക്കുകയാണ്. അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു അത്രേ, ഈ മുൻപത്തെ കോസ്റ്റ്യൂംസ് തന്നെയാണ്, മുമ്പത്തെ വസ്ത്രധാരണ രീതി തന്നെയാണ് കുറച്ചുകൂടി ഭംഗിയുള്ളത്, അത് മതിയെന്ന് പറഞ്ഞു. ഇതൊരു കഥയായിരിക്കാം, ചിലപ്പോൾ കാര്യമായിരിക്കാം. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയ്ക്കുള്ളതാണ്. ഞാൻ ടാൻസാനിയയിൽ 2 വർഷം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ ബുധനാഴ്ചകളിൽ ഞാൻ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ കുർബാനയും പ്രസംഗമായിട്ട് പോകുമായിരുന്നു എല്ലാ ബുധനാഴ്ചകളിലും. അപ്പോൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വലിയ പുറമെ ആളുകളൊക്കെ വരും. അപ്പോൾ അവർ ഈ പ്രസംഗത്തിന്റെ സമയത്തൊക്കെ അവർ തുറന്നു വെച്ചാണ് കുട്ടികൾക്ക് അമ്മിഞ്ഞ പാല് കൊടുക്കുക. അതിലൊന്നും അവർക്കൊരു വിഷമോ ഒന്നും പ്രയാസമൊന്നുമില്ല. ആരും അത് തുറിച്ച് നോക്കുകയുമില്ല. അത് അവിടുത്തെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഏതായാലും ഈ ആദ്യ മാതാപിതാക്കൾ അത്തിയിലകൾ കൂട്ടിത്തുന്നി നാണം മറച്ചു എന്നാണ്. എന്നാൽ അത് പോരാ, മൃഗത്തോല് തന്നെ വേണമെന്ന് ദൈവം നിശ്ചയിക്കുന്നുണ്ട്. അതേക്കുറിച്ച് നമ്മൾ പിന്നീട് പറയും. ഇന്ന് നമ്മൾ ചെറിയൊരു സൂചനയാണ് പറയുക. അപ്പൊ ഈ എന്തുകൊണ്ടാണ് ഈ അത്തിയിലകൾ കൂട്ടിത്തുന്നി വസ്ത്രം പോരാതെ വന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ തുന്നിയത്? അപ്പൊ ഇതൊക്കെ അറിയാനായിട്ട് ഈ ആദ്യ പാപത്തിന്റെ വിവിധ ചക്രവാളങ്ങള്, വിവിധ പൊരുളുകളുടെ പല അടരുകളുണ്ട്. അത് നമുക്ക് ഇന്നൊന്ന് ചിന്താ വിഷയമാക്കാം. ഇല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവരും കാണാത്തവരും അത് കണ്ടോളോ. ഈ സർപ്പം രൂപത്തിൽ വന്ന സാത്താൻ, പാമ്പിന്റെ രൂപത്തിൽ വന്ന സാത്താൻ ഈ ചില നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു. അതിന്റെ വെളിച്ചത്തിൽ ഈ സ്ത്രീ ഈ വിലക്കപ്പെട്ട കനി തിന്നുന്നത് നോക്കുക. ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും ജ്ഞാനം പ്രാപിക്കാൻ അഭികാമ്യവുമാണെന്ന് കണ്ട് 3 ഗുണങ്ങളാണ് ഈ വിലക്കപ്പെട്ട കനിയില് സ്ത്രീ കണ്ടത്. ആസ്വാദ്യം,
കണ്ണിന് കൗതുകം, ജ്ഞാനം പ്രാപിക്കാൻ അഭികാമ്യം. അപ്പൊ തിന്മ, അതായത് പാപം തിന്മയായിട്ടല്ല നന്മയായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. പാപം ചെയ്യൂ എന്നല്ല വാസ്തവത്തിൽ സാത്താൻ പറയുന്നത്. സാത്താൻ കുറച്ചുകൂടി ഒരു നന്മയായിട്ട്, നല്ലവൻ, ദൈവത്തെക്കാൾ നല്ലവനായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ ഈശോയെ സാത്താൻ പ്രലോഭിപ്പിക്കുന്നത് അങ്ങനെയാ. ഈ കല്ല് അപ്പമാക്കി ഭക്ഷിക്കുമെന്നാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ. ഈ കല്ല്, ഒരു കല്ല്, യേശുവിന്റെ വിശപ്പ് പറഞ്ഞാൽ അത് മതി. അതില് ഈ ലോകത്തിന്റെ വിശപ്പ് മുഴുവൻ കാണുകയാണ് മത്തായി. അതുകൊണ്ടാണ് ഈ കല്ലുകൾ, ബഹുവചനത്തില് ഈ കല്ലുകൾ അപ്പമാക്കി നിനക്കും ലോകത്തിനും കൊടുക്കൂ എന്നുള്ള മട്ടില്. അപ്പം യേശുവിന്റെ വിശപ്പ് മാറ്റണമെന്ന് ദൈവത്തെക്കാൾ കൂടുതൽ താല്പര്യം സാത്താന്. അപ്പൊ സാത്താൻ കുറെ കൂടി ദൈവത്തെക്കാൾ നല്ലവനായി പ്രത്യക്ഷപ്പെടുന്നു. പാപം നല്ലതായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. ആസ്വാദ്യം, കണ്ണിന് കൗതുകം, അറിവേകാൻ അഭികാമ്യം. അപ്പൊ ഇങ്ങനെ തിന്മ എല്ലായ്പ്പോഴും പ്രത്യക്ഷപ്പെടുന്നത് ദൈവം പറഞ്ഞതിനേക്കാൾ നല്ലത് എന്നുള്ള മട്ടിലാണ്. അപ്പൊ സാത്താൻ കുറച്ചുകൂടി നല്ലവനായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. ദൈവം ഏതാണ്ട് ഒരു മോശം ആളായിട്ടും സാത്താൻ നല്ല ആളായിട്ടും പ്രത്യക്ഷപ്പെടുകയാണ്. പക്ഷേ അത് തന്നെയാണ് സാത്താൻ പറഞ്ഞത്. നിങ്ങളുടെ കണ്ണുകൾ തുറക്കും, ഇത് തിന്നാൽ നിങ്ങൾ കണ്ണുകൾ തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാകും. അപ്പം ദൈവത്തിന്റെ കുശുമ്പ് കൊണ്ടാണ്, ദൈവത്തിന്റെ അസൂയ കൊണ്ടാണ് ദൈവം ഇത് തിന്നരുത് പറഞ്ഞതെന്നാണ് സാത്താൻ പറഞ്ഞേ. ആ സാത്താൻ പറഞ്ഞ നുണയാണ് ഈ ആദ്യ മാതാപിതാക്കൾ വിശ്വസിച്ചത്. ഇപ്പൊ നമ്മളും അന്ന് ആദാമും ഹവ്വയും ചെയ്ത അതേ പ്രശ്നങ്ങൾക്ക് തന്നെയാണ് നമ്മുടെയും പ്രശ്നങ്ങൾ. അപ്പൊ നമുക്കറിയാം, ഈ പാപം തിന്മയായിട്ടല്ല പ്രത്യക്ഷപ്പെടുന്നത്, നന്മയായിട്ടാണ്. ദൈവം മോശമായിട്ടും സാത്താൻ ദൈവത്തെക്കാൾ നല്ലവനായും പ്രത്യക്ഷപ്പെടുന്നു. പക്ഷെ അതൊരു കെണിയാണ്. പാപം ഒരു കെണിയാണ്. ചൂണ്ട പോലെയാണ് പാപം എന്ന് പറയും. തീറ്റയാണെന്ന് കരുതി മീൻ ചൂണ്ടയിൽ കൊത്തുന്നു. തീറ്റയാണെന്ന് കരുതിയിട്ടാ. അത് ഈ ഇരുമ്പ് കൊണ്ടുള്ള ഒരു സംഗതിയാണ്, ലോഹം കൊണ്ട് സംഗതിയാണ്, എന്നെ കൊല്ലും എന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷെ മീൻ ചൂണ്ടയിൽ കൊത്തുന്നു, മീൻ ഉടനെ മരിക്കുന്നു. വിലക്കപ്പെട്ട കനി സ്വാദുള്ളതാണ്, ഭംഗിയുള്ളതാണ്, ജ്ഞാനം നൽകാൻ കെൽപ്പുള്ളതാണ് എന്നൊക്കെ സ്ത്രീ കരുതി. തെറ്റിദ്ധാരണയാണത്. എല്ലാ പ്രതീക്ഷകളും തെറ്റിപ്പോകുകയാണ്. അപ്പൊ ദൈവം പറഞ്ഞ വാക്ക് വിശ്വസിക്കാതെ, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ, ദൈവത്തിന്റെ വചനം കേൾക്കാതെ ഈ പാമ്പ് പറഞ്ഞ നുണ കേൾക്കുകയും അങ്ങനെ കെണിയിൽപ്പെട്ടു പോവുകയുമാണ്. ഏത് പാപവും ഇങ്ങനെ തന്നെയാണ് പ്രത്യക്ഷപ്പെടുക. ചിലപ്പോഴൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, ഈ ദൈവവും മതവും നമുക്ക് വേണ്ട. കാരണം എന്താ? സ്വാഭാവിക ചാച്ചുകളെ നിയന്ത്രിക്കാനാണ് ദൈവവും മതവും ശ്രമിക്കുന്നതെന്നും അതിനാൽ നമ്മുടെ സ്വാഭാവിക പ്രവണതകള് അതിനെ നമ്മൾ വിലക്കേണ്ട കാര്യമില്ലെന്നും അത് തുറന്നു വിടണമെന്നും അതിന് അതിരുകളൊന്നും കൽപ്പിക്കേണ്ടതില്ലെന്നും അതിരുകൾ കൽപ്പിക്കുന്ന ദൈവവും മതവും വേണ്ടെന്നും പെട്ടെന്ന് തന്നെ നമ്മൾ പ്രചരിപ്പിക്കുകയും അത് നമ്മൾ കേൾക്കുകയും ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആ രാജകത്വം എന്താണ്? ആ രാജകത്വം നമ്മൾ ഭരിക്കാനായിട്ട് നമുക്ക് മുകളിൽ ഒരു രാജാവ് വേണ്ട, ഒരു ഭരണകർത്താവ് വേണ്ട, ഒരു സർക്കാർ വേണ്ട, ഒരു മതം വേണ്ട, ദൈവം വേണ്ട. ആ രാജകത്വം അനാർക്കി എന്ന് പറയും. ആർക്കി അല്ലേ? ആർക്കി എന്ന് പറഞ്ഞാൽ റൂളർ. അനാർക്കെ, റൂളർ വേണ്ട, ഭരണാധികാരി വേണ്ട, നിയമം വേണ്ട, ഭരണാധികാരിയും വേണ്ട, നിയമം നടപ്പാക്കേണ്ട കാര്യമില്ല. മനുഷ്യർ സ്വതവേ നല്ലവരാണ്, അവരെ നിയന്ത്രിക്കേണ്ട കാര്യമില്ല. ഇനി മനുഷ്യർക്ക് സ്വാഭാവിക ചാച്ചലുകളുണ്ട്, സ്വാഭാവിക പ്രവണതകളുണ്ട്. അവന്റെ ഹൃദയത്തിന് ചാച്ചലുകളാണ് തുറന്നു വിടുക. എന്തിനാണ് ദൈവം മതം വന്നിട്ട് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറയണേ? എന്തിനാ നിയന്ത്രിക്കണേ? ഇതൊക്കെ അനാവശ്യമാണ്. മതമില്ലാത്തൊരു കാലയളവ് വരണം, ദൈവമില്ലാത്ത ഒരു കാലയളവ് വരണം എന്നൊക്കെ ആൾക്കാർ വിചാരിക്കുന്നു. എന്നാൽ ഒരല്പം കൂടി ആഴത്തിലേക്ക് ചിന്തിച്ചു നോക്കിയേ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ശരിയാണല്ലോ എന്ന് തോന്നുമെങ്കിലും ഒന്നും കൂടി ചിന്തിച്ചു നോക്കിയേ. ഈ മനുഷ്യ സമുദായം നിലനിൽക്കണമെങ്കിൽ കുടുംബം വേണ്ടേ? മനുഷ്യ സമുദായം നിലനിൽക്കണമെങ്കിൽ കുടുംബം വേണ്ടേ? കുടുംബമില്ലാതെ മനുഷ്യ സമുദായത്തിൽ നിലനിൽക്കാൻ കഴിയുമോ? ഇല്ല. അപ്പൊ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നിലനിൽപ്പിന് ആ കുടുംബവും സമുദായവും ഉണ്ടെങ്കിലേ മനുഷ്യരുള്ളെന്ന് ഓർക്കണം. ആ നിലനിൽപ്പിന് ചില അതിരുകള്, ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണെന്നാണ് ദൈവവും മതവും പറയുന്നത്. വിവാഹം വേണ്ട, കുടുംബം വേണ്ട, സ്വാതന്ത്ര്യം മാത്രം മതി എന്ന് ചിന്തിച്ചാൽ നമുക്കോ ദേശരാഷ്ട്രത്തിനോ, വ്യക്തിപരമായിട്ട് നമുക്കോ ദേശരാഷ്ട്രത്തിനോ സഭയ്ക്കോ കുടുംബത്തിനോ നിലനിൽക്കാൻ കഴിയുമോ? കഴിയില്ല. ദേശരാഷ്ട്രത്തിന് ഭാവി ഉണ്ടാകുമോ? സഭയ്ക്ക് ഭാവി ഉണ്ടാകുമോ? ദേശരാഷ്ട്രം സഭയ്ക്ക് പോകട്ടെ, നമുക്ക് ഭാവി ഉണ്ടാകുമോ? നമുക്ക് നമ്മുടെ കുടുംബത്തിന് ഭാവി ഉണ്ടാകുമോ?
ഈ ഏതൊരു സിനിമയിൽ സത്യനന്ദിക്കാടിന്റെ ഒരു സിനിമയിൽ പറയുന്നില്ലേ, ഞാൻ എന്റെ ഭാര്യ മരിച്ചപ്പോൾ, നിന്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചു, ഞാൻ മരിച്ചാൽ നീ ആർക്ക് വേണ്ടി ജീവിക്കുക. വളരെ വലിയൊരു തത്വമാണ് പറയണത്. എന്റെ ഭാര്യ, അതായത് നിന്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചു, മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കാൻ കഴിയൂ. ഞാൻ മരിച്ചാൽ നീ ആർക്ക് വേണ്ടി ജീവിക്കും? നാം നമുക്ക് വേണ്ടി തന്നെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് അരാജകവാദമാണ്. എന്ന് വിചാരിച്ചിട്ട് സർക്കാരിന്റെ ഭരണകൂട ഭീകരത വേണമെന്നൊന്നല്ല ഞാൻ പറയണേ. പക്ഷേ ഒരു നിയന്ത്രണങ്ങളും പാടില്ല, ഇങ്ങനെ തുറന്നു വിടണം. ഇപ്പം നമ്മൾ പറയില്ലേ, ഈ തീവ്ര ഫെമിനിസ്റ്റ് വാദം, അതുപോലെ തന്നെ തീവ്ര പുരുഷ മേധാവിത്വവാദം, രണ്ടും തെറ്റാണ്. അതിനിടയിൽ പരസ്പരം ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു അന്തസ്സുണ്ട്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്, മതം ആഗ്രഹിക്കുന്നത്. ചില മതങ്ങൾ മറിച്ച് ചിന്തിക്കുന്നതൊക്കെ ഉണ്ട്, അതെല്ലാം തിരുത്തപ്പെടേണ്ടതുമാണ്. ചുരുക്കത്തില് ചില അതിരുകള്, ചില നിയന്ത്രണങ്ങള്, ഇതാണ് ഞാൻ ഇതേക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ഈ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം, അതേക്കുറിച്ച് നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തതാണ്. അപ്പോൾ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കരുതെന്ന് കർത്താവ് പറഞ്ഞതിന് ചില അതിരുകളും ചില നിയന്ത്രണങ്ങളും വേണമെന്നാണ്. ഇല്ലെങ്കിൽ വ്യക്തിക്കോ കുടുംബത്തിനോ സമുദായത്തിനോ ദേശരാഷ്ട്രത്തിനോ സഭയ്ക്കോ നിലനിൽപ്പുണ്ടാകില്ല. അതാണ് ദൈവം ഇങ്ങനെ ചില നിയന്ത്രണങ്ങൾ വെക്കുന്നത്. ഈ നിയന്ത്രണങ്ങള്, അതിരുകള്, അത് ലംഘിക്കുന്നത് പാപമാകും. പാപങ്ങൾ ചങ്ങലയുണ്ടാക്കും. അത് കുടുംബത്തെയും മനുഷ്യ സമുദായത്തെയും അപകടത്തിലാക്കും. ഞാൻ ഇതിനൊക്കെ തിയറി പറയാതെ വളരെ പ്രായോഗികമായിട്ട് ചില കാര്യങ്ങൾ പറയട്ടെ. ഈ നമുക്ക് മക്കള് 1 പോരാ 2 പോരാ എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. കല്യാണം കഴിക്കാത്ത അച്ഛന്മാർക്ക് അങ്ങനെ പലതും പറയാം. ഞങ്ങളാണ് കഷ്ടപ്പെടുന്നത് എന്നെല്ലാം പറഞ്ഞ് 1 കൊച്ച് അല്ലെങ്കിൽ 2 കൊച്ച് ഒക്കെ ആയിട്ട് അങ്ങനെ നിർത്തി. എന്നാൽ മറ്റൊരു സമുദായം ഇതൊന്നും കേൾക്കാതെ ഇല്ലേ 5ഉം 6ഉം 7ഉം പല ഭാര്യമാരിൽ പല മക്കളൊക്കെ ആയിട്ട് നരേന്ദ്രമോദി ഒരിക്കൽ പറഞ്ഞ പോലെ ഹം 5 ഹമാര 50 എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഹമാര 25 എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എണ്ണം കൂട്ടി. അതൊരു 1960 തൊട്ടുള്ള അവരുടെ ഒരു ഈ ജനസംഖ്യ കൊണ്ട് ലോകത്തെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് ആ മതം സ്വീകരിച്ച നിലപാടാണ്. മറ്റ് മതങ്ങളും സമുദായങ്ങളും ഒക്കെ ഈ സർക്കാർ പറയുന്നത് കേട്ടും ഐക്യരാഷ്ട്രസഭ പറയുന്നത് കേട്ടും കുടുംബാസൂത്രണ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചു. 1 കൊച്ച് 2 കൊച്ചായിട്ട് മാറി. ഇപ്പൊ എന്താ അവസ്ഥ? സീറോ മലബാർ സഭയോ ലത്തീൻ സഭയോ കേരളത്തിലെ മലയാളി സമുദായത്തില് ക്രിസ്ത്യാനികളുടെ എണ്ണം മറ്റു സമുദായത്തിൽ കൂടുതലാകണമെന്നല്ല ഞാൻ പറയുന്നതിന്റെ അർത്ഥം. പക്ഷെ ഇപ്പൊ എന്താണ് അവസ്ഥ? എത്രയോ കുടുംബങ്ങള് കെട്ടിടം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മരിക്കാൻ പ്രായമായിട്ടുള്ള ആളുകൾ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ പ്രേതാലയങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. പ്രേതാലയങ്ങള് ഇപ്പൊ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തീർന്നില്ല. ഒരു സമുദായം മറ്റു സമുദായത്തെ ആക്രമിക്കുന്ന ഒരു ഘട്ടം വന്നിരിക്കുന്നു. അങ്ങനെ ആക്രമിക്കുമ്പോൾ പള്ളി പോകാത്തവനാണോ പള്ളി പോകുന്നവനാണോ എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും ആക്രമണം ഉണ്ടാകുക? അല്ല. അപ്പൊ അത് വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പം സഭ പറഞ്ഞു കൃത്രിമമായ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കരുത്. പിന്നെ അച്ഛന്മാർക്ക് അങ്ങനെ പറയാം, സഭയ്ക്ക് അങ്ങനെ പറയാം. ഗർഭഛിദ്രം പാടില്ല. അപ്പോഴും പറഞ്ഞു അതൊക്കെ നിങ്ങൾക്ക് പറയാം, ഞങ്ങളൊക്കെയല്ലേ അതിന്റെ വേദന അറിയുള്ളൂ. അതുപോലെ തന്നെ മക്കൾ കൂടുതൽ വേണമെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ മക്കളുണ്ടാക്കാനല്ലേ ഞങ്ങള് എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഈ ഞാൻ എന്റെ എന്നുള്ള അതിലേക്ക് അങ്ങ് ഇടുങ്ങി. എന്റെ കുടുംബം, എന്റെ സമുദായം, എന്റെ ദേശരാഷ്ട്രം, ഈ ലോകം അങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയാതെ ഈ ഞാൻ എന്നുള്ളതിലേക്ക് കൂടി ചുരുങ്ങി നമ്മൾ. വേറൊരു കൂട്ടര് എന്റെ മതം എന്നതിലേക്ക് ചുരുങ്ങി. മറ്റൊരാളും പാടില്ല. ഇങ്ങനെയുള്ള എന്തുമാത്രം ഈ ദോഷകരമായ സംഗതികളാണ്. അപ്പൊ ദൈവം പറയുന്നതും സഭ പറയുന്നതും കേൾക്കാൻ തയ്യാറാകാത്തതിന്റെ ദോഷം നമ്മളിപ്പോൾ അനുഭവിക്കുക. ഞാൻ ആരും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഇപ്പൊ നമ്മൾ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവ് കൊണ്ടുണ്ടാകുന്ന നേട്ടം എന്തായിരിക്കണം? നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്തണം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ മക്കളോടൊക്കെ പറയണം. അവരാദ്യം കേൾക്കണമെന്നില്ല. കാരണം അവര് ഒരു പുതിയ ലോകത്താണ് അവർ ജീവിക്കുന്നത്. നമ്മൾ പഴഞ്ചനാണെന്നും നമ്മൾ പറഞ്ഞവർ കേൾക്കണ്ടെന്നൊക്കെ അവർക്ക് തോന്നും. എങ്കിലും നമ്മൾ പറയണം. 100 മാതാപിതാക്കള് അവരുടെ മക്കളോട് പറഞ്ഞാൽ 10 പേര് കേട്ടാൽ അത്രയും കാര്യമായില്ലേ? അതുകൊണ്ട് നമുക്കറിയാവുന്ന സത്യം നമ്മൾ പറയുക. പോട്ടെ, നമുക്ക് വീണ്ടും ഈ കഥയിലേക്ക് വരാം, ബൈബിളിലേക്ക് വരാം. ഈ കൂടെ ഉണ്ടായിരുന്ന ഭർത്താവിനും കൊടുത്തു. അവള് ഈ സ്ത്രീ അത് പറിച്ചു തിന്നു. കൂടെ ഉണ്ടായിരുന്ന ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ്
പല തർജ്ജമകളിലും കൂടെ ഉണ്ടായിരുന്നെന്ന വാക്ക് തർജ്ജമ ചെയ്തിട്ടില്ല. അത് ഉണ്ട്, മൗലിക പാഠത്തിലുണ്ട്. കൂടെ ഉണ്ടായിരുന്ന, ഹൂ വാസ് വിത്ത് ഹെർ എന്നാണ് ഇംഗ്ലീഷിൽ എന്ന പദസന്ധി ഉണ്ട്. ഹെബ്രായ ഭാഷയിൽ ഇമ്മ എന്നാണ്, ഇമ്മാഹ്, കൂടെ ഉണ്ടായിരുന്ന. അതായത് സർപ്പം സ്ത്രീയോട് സംസാരിക്കുമ്പോൾ, സാത്താൻ സർപ്പരൂപത്തിൽ വന്ന് സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അവളുടെ ഭർത്താവായ ആദാം കൂടെ ഉണ്ടായിരുന്നു. അതിനാൽ സ്ത്രീയുടെ പാപത്തിൽ തുല്യ പങ്കാളിത്തവും ഉത്തരവാദിത്വവും പുരുഷനുണ്ട്. ഇത് ബൈബിൾ അങ്ങനെയാണ് കിടക്കുന്നത്. എന്നിട്ട് കൂടെ നിന്ന ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. സ്ത്രീയെ പ്രലോഭനത്തിൽ വീഴ്ത്താൻ സർപ്പം ദീർഘമേറിയ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്നു. ഉൽപ്പത്തി 3:13, 3:3 ഒക്കെ നമ്മൾ കണ്ടതാണ്. 1 തിമോത്തി 2:14 സൂചനയുണ്ട്. അതായത് ഈ സ്ത്രീയെ പ്രലോഭനത്തിൽ വീഴ്ത്താനായിട്ട് സാത്താൻ, സർപ്പരൂപത്തിൽ വന്ന സാത്താൻ ദീർഘമേറിയ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. പെണ്ണ് വഴങ്ങാൻ സമയമെടുത്തു. പുരുഷനോ യാതൊരു ചെറുത്തുനിൽപ്പുമില്ലാതെ പ്രലോഭനത്തിൽ വീഴുന്നു. തന്റെ ഭാര്യയുടെ മോഹങ്ങളുടെ മുമ്പിൽ, അല്ലെങ്കിൽ ദുർമോഹങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് തലകുനിക്കുകയാണ് ആദാം എന്ന പുരുഷൻ. 33:17. കർത്താവ് നൽകിയ കൽപ്പനയ്ക്കെതിരെ നിലപാടെടുക്കുകയാണ് ഭർത്താവ്. ഈ സ്ത്രീയുടെ കർത്താവ് നൽകിയ കൽപ്പനയ്ക്കെതിരെ ഭർത്താവ് നിലപാടെടുക്കുന്നു. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ദൈവത്തെ പോലെയാകാനുള്ള ആദാമന്റെ അതിമോഹവും, ദൈവത്തെ വിശ്വസിക്കേണ്ടതില്ല, അവൻ നൽകിയ അതിരുകൾ ബഹുമാനിക്കേണ്ടതില്ല, നിയന്ത്രണങ്ങൾ ആവശ്യമില്ല, അതിനേക്കാളേറെ തന്നോട് കൽപ്പിക്കാൻ തനിക്ക് മുകളിൽ ദൈവം വേണ്ട എന്ന അഹന്തയാണ് ഏത് പാപത്തിന്റെയും വേര് എന്ന് പറയുന്നത്. അതാണ് അടിത്തറ, അതാണ് അടിത്തട്ടിലുള്ളത്. ഞാനൊന്ന് ആവർത്തിക്കാം. ഈ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ദൈവത്തെ പോലെയാകാനുള്ള മോഹം, അതിമോഹം. 2, ദൈവത്തെ വിശ്വസിക്കേണ്ടതില്ല, സാത്താനെ വിശ്വസിച്ചാൽ മതി, സർപ്പത്തെ വിശ്വസിച്ചാൽ മതി. ദൈവം നൽകിയ കൽപ്പനകള്, അതിരുകള് അത് ബഹുമാനിക്കേണ്ടതില്ല, അനുസരിക്കേണ്ടതില്ല. ഈ ധാർഷ്ട്യം, ഈ ഞാൻ തന്നെ ദൈവമാകും, എനിക്ക് മുകളിൽ ദൈവം വേണ്ട, ഈ അഹന്ത, ഇതൊക്കെയാണ് പാപത്തിന്റെ പ്രധാനപ്പെട്ട വേരുകൾ. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള മോഹം മാത്രമല്ല, നന്മയേത് തിന്മയേതെന്ന് ഞാൻ തന്നെ തീരുമാനിക്കും, അതിന് ദൈവത്തിന്റെ ആവശ്യമില്ല, ദൈവത്തിന്റെ കൽപ്പനകളും ആവശ്യമില്ല എന്ന അഹങ്കാരമാണ് വിലക്കപ്പെട്ട കനി ഭക്ഷിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചത്. ജോൺ പോൾ രണ്ടാമന്റെ ഡോമിനും എത്ത് വിവിഫിക്കാന്തം എന്ന് പറഞ്ഞിട്ടുള്ള രേഖയുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ 397, 398 ഇത് സൂചന നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെല്ലാവരുടെയും പാപത്തിൽ ഈ വേരുകൾ കാണാം. ഞാൻ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോഴൊക്കെ എറണാകുളത്തെ കാര്യങ്ങൾ പറയണു, അത് റീച്ച് കിട്ടാൻ വേണ്ടിയാന്നൊക്കെ ചിലർ വിചാരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒരു എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ഉത്തരം ഞാൻ നൽകിയിരുന്നു. ലെക്കോർഡർ, വിശുദ്ധ ജോൺ മാരി വിയാനിയുടെ കാലത്ത് ജീവിച്ചിരുന്ന ലെക്കോർഡർ എന്ന വാഗ്മി പറഞ്ഞത്, ഒരു കയ്യിൽ ബൈബിളും മറുകൈയിൽ ന്യൂസ് പേപ്പറും വേണമെന്നാണ്. ന്യൂസ് പേപ്പർ എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ. അതായത് ബൈബിള് ഇന്നത്തെ സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ വേണം വ്യാഖ്യാനിക്കാൻ. അതായത് ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഈ ബൈബിൾ എങ്ങനെ ആപ്ലിക്കബിൾ ആകുമെന്ന് വ്യാഖ്യാനിക്കണമെന്നാണ്. അത് പറയുമ്പോൾ എറണാകുളത്തെ കാര്യങ്ങൾ പറയുമ്പോൾ റീച്ച് കിട്ടാൻ വേണ്ടിയെന്ന് പറയണേ. എങ്കിലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്താണ് എറണാകുളത്തുള്ള പ്രശ്നം? അത് നമ്മുടെയും കൂടി പ്രശ്നമാണ്. എന്താണ്? മാർപ്പാപ്പ പറയൊന്നും വേണ്ട, ഞങ്ങൾ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. എറണാകുളത്ത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ മെത്രാന്മാരും മാർപ്പാപ്പയൊന്നും പറയണ്ട, ഞങ്ങൾക്ക് മുകളിലൊരു ദൈവം വേണ്ട. നന്മ ഏത് തിന്മ ഏത് എന്ന് ഞങ്ങൾ തന്നെ നിശ്ചയിക്കും. ആ വിമത വൈദികർ നിശ്ചയിക്കും, അൽമായ മുന്നേറ്റക്കാർ നിശ്ചയിക്കും നന്മ ഏത് തിന്മ ഏത് എന്ന്. ലിറ്റർജിക്കൽ വേരിയന്റ് ആണ് ഞങ്ങൾക്ക് നന്മ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നു. അതിന് മാർപ്പാപ്പയുടെ കൽപ്പനയും പിന്നെ മെത്രാന്മാരുടെ സിനഡിന്റെ ഒന്നും വേണ്ട. ഞങ്ങൾക്കെതിരായി പറയുന്നവർ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് മുകളിൽ ദൈവം വേണ്ട, അധികാരികൾ വേണ്ട. ദൈവത്തിന്റെ ആവശ്യം തന്നെയില്ല. മനുഷ്യനാണ് ദൈവം, മനുഷ്യന്റെ മുഖത്താണ് ദൈവം എന്നാണ് ഞങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ഞാൻ പാഷാണ്ഡതയാണ്, ഇതാണ് ഞാൻ ചീഷ്മയാണ് എന്നൊക്കെ പറയുന്നത്. ഇത് അവരെ പോലെ ഈ പറഞ്ഞ എറണാകുളത്തെ വിമത വൈദികരും പിന്നെ മുന്നേറ്റക്കാരുമാണ് നമ്മൾ പറയണു. അതിനോട് ചേർന്ന് നിൽക്കല്ലേ സത്യവിശ്വാസികളായ കുറെ പേര്. കുറച്ച് പേരാണ് അവരെ എതിർക്കുന്നത്. അതായത് നമുക്ക് ദൈവകൽപ്പനകൾ വേണമെന്നും ലിറ്റർജി ദൈവത്തിൽ നിന്ന് വരുന്നതാണെന്നും
ഈ മെത്രാൻസിനടുത്ത് തീരുമാനിച്ചത് വേണമെന്നും മാർപ്പാപ്പ അത് ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് ഇപ്പൊ ബസിലിക്ക പള്ളിയിലെ കുറച്ചു പേര് ചെന്ന് ഇരിക്കുന്നു. കുറച്ചു പേരൊക്കെ അതായത് ഇടവകളിലൊക്കെ പ്രവർത്തിക്കുന്നു. ബാക്കിയുള്ളവർക്ക് ഇതൊക്കെ അറിയാം. പക്ഷേ ഈ പറഞ്ഞ ഈ അവനും തിന്നു എന്ന് പറഞ്ഞ ആദാമിനെ കുറിച്ച് പറഞ്ഞതുപോലെയാണ് സ്ത്രീ മുന്നേറ്റക്കാരും വിമതരും പറഞ്ഞു, അത് മറ്റുള്ളവർ വിഴുങ്ങി. ഇല്ലേ, തൊണ്ട തൊടാതങ്ങ് വിഴുങ്ങി. ഇത് അവിടുത്തെ മാത്രം പ്രശ്നമാണ്. നിങ്ങൾ മറ്റൊരു രൂപതകൾ നോക്കിയേ. ഇപ്പോ വേറൊരു രൂപതയിലത്തെ കഥ പറഞ്ഞാല് ഈ അച്ചടിച്ച പ്രാർത്ഥനകള് അത് ചൊല്ലാൻ അങ്ങോട്ട് ഒരു മടി. പരിശുദ്ധാത്മാവ് എന്നാണ് എഴുതിയിരിക്കുന്നെങ്കിൽ അതൊന്ന് മാറ്റി പരിശുദ്ധ റൂഹ എന്നാക്കണം. പരിശുദ്ധ റൂഹ എന്നാണ് എഴുതിയിരിക്കുന്നെങ്കിൽ അപ്പൊ പരിശുദ്ധാത്മാവാക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് ചൊല്ലാൻ അതിനുള്ള എളിമയില്ല. ഒന്നും മാറ്റം വരുത്തണം. കാരണം എന്താ, അതിൽ എഴുതിയിരിക്കുന്നത് ബൈബിളിലും സഭാപിതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ബൈബിളും സഭാപിതാക്കന്മാരൊക്കെ അത് പണ്ടത്തെ കാര്യങ്ങളല്ലേ. ഇപ്പൊ ഞങ്ങൾ അതിനേക്കാൾ ബുദ്ധിയുള്ളവരല്ലേ. അതുകൊണ്ട് അതിൽ നിന്നൊരല്പം മാറ്റം വരുത്തി ചൊല്ലിയില്ലെങ്കിൽ ഞാൻ ബുദ്ധിജീവിയാകില്ല, എനിക്ക് ബുദ്ധിയില്ലെന്ന് വരും. അതുകൊണ്ട് എന്നെ തന്നെ അസർട്ട് ചെയ്യണം. ആ എഴുതിയത് അതുപോലെ ചൊല്ലാൻ, ഭക്തിയിൽ ചൊല്ലാൻ, അതിന്റെ അർത്ഥം ചൊല്ലാൻ ഉള്ള എളിമയില്ല. അതായത് എന്നോട് ആരും കൽപ്പിക്കണ്ട. നന്മയേത് തിന്മയേത്, പരിശുദ്ധ റൂഹ വേണോ പരിശുദ്ധാത്മാവ് വേണോ, അതൊക്കെ ഞാൻ തീരുമാനിക്കും. മറച്ച് അത് അങ്ങനെ ചൊല്ലുന്ന ഒരു അച്ഛനോട് മറത്തെന്തെങ്കിലും പറയാൻ കന്യാസ്ത്രീമാർക്കോ അച്ഛന്മാർക്കോ പറ്റുമോ? എളുപ്പമല്ല. അങ്ങനെ ചെയ്താൽ പിന്നെ അപ്പോൾ ശത്രുക്കളായി. എന്നോട് ഉപദേശിക്കാൻ പറയാൻ, എന്നോട് കാര്യം പറയാൻ നിങ്ങൾ ആര്? എല്ലാം അറിയുന്നവൻ ഞാൻ. ഈ ഒരു അഹന്ത എനിക്കും നിങ്ങൾക്കുള്ള കാര്യം ഞാൻ പറയണം. എന്നെ മാറ്റി നിർത്തിക്കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ ഇല്ല, എനിക്ക് അറിവുണ്ട് നിങ്ങൾക്ക് അറിവില്ലെന്ന് എനിക്ക് തോന്നിയാൽ അപ്പോൾ ഞാൻ ഈ പാപത്തിൽ തന്നെ വീഴുകയാണ്. ഇതെല്ലാവിടെയും ഉണ്ട്. ഈ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ എന്നുള്ളത് തക്സയിൽ പ്രിന്റ് ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ കുർബാന തുടങ്ങുന്നത് അങ്ങനെയല്ല. പുക്താന ഹോൻ പുക്താനത മിശിക എന്ന് പറഞ്ഞിട്ടാണ്. അതിന്റെ മലയാളമാണ് ഈ അന്നാ പെസഹ തിരുനാൾ നമ്മൾ എഴുതിയിരിക്കുന്നത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനെ വെച്ചിട്ടല്ല നമ്മൾ കുർബാന തുടങ്ങുന്നത്. അത് തക്സയിൽ പ്രിന്റ് ചെയ്തിട്ടില്ല. തലശ്ശേരി രൂപതയിൽ ഈ കുറച്ച് അച്ഛന്മാർ പറഞ്ഞു, നമ്മുടെ രൂപതയിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെച്ച് കുർബാന തുടങ്ങണമെന്ന് തലശ്ശേരി രൂപതയിൽ കുറച്ച് അച്ഛന്മാർ പാമ്പളാനി പിതാവിനോട് പറഞ്ഞു. പാമ്പളാനി പിതാവ് വളരെ കർശനമായിട്ട് അവരോട് പറഞ്ഞു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും എന്നുള്ളത് വേണം സങ്കീർത്തി വെച്ച് നിങ്ങൾക്ക് പറയാം. സങ്കീർത്തിൽ വെച്ച് പള്ളിയകത്ത് കടന്നിട്ട് അത് പറ്റില്ല. അവിടെ എഴുതിയിരിക്കുന്ന പോലെ പുക്താനകോൻ പുക്താനത്തെ മിശിക വെച്ച് അങ്ങനെ പറ്റും. വളരെ കർശനമായിട്ടാണ് പാമ്പളാനി പിതാവ് അവിടെ തലശ്ശേരിയിൽ പറഞ്ഞത്. അത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അതേ ആള് എറണാകുളത്ത് വന്നപ്പോൾ തകിടം മറിഞ്ഞു. തലശ്ശേരിയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ലിറ്റർജിയുടെ കാര്യങ്ങൾ പിന്തുടരണം, അത് എഴുതിയിരിക്കുന്ന പോലെ പറ്റൂ എന്ന് നിലപാടെടുത്ത ആള് എറണാകുളത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആ നിലപാടിന് ഘടകവിരുദ്ധമായ നിലപാടെടുത്തു. അതിന്റെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഉണ്ടാകുമായിരിക്കാം. പക്ഷേ അതേ നിലപാട് തലശ്ശേരിയിൽ അതേ നിലപാട് എറണാകുളത്ത് എടുത്തിരുന്നെങ്കിൽ ഞാൻ രക്തം കൊണ്ട് എഴുതി ഒപ്പിട്ട് തരാം. കാരണം ഞാൻ അവിടുത്തെ അച്ഛന്മാരെ കണ്ടതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. എറണാകുളത്തെ പ്രശ്നങ്ങൾ ഇപ്പൊ തീർന്നേനെ. കാരണം അത്രമാത്രം വൈദികര് സഭയോടൊത്ത് സഭയുടെ ലിറ്റർജി ചൊല്ലണമെന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് തിരിച്ചറിയുന്നതിൽ എവിടെയോ പിഴവ് പറ്റിയിരിക്കുന്നു, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും മറ്റെന്തോ സംഗതികൾ അവരെ പിന്തിരിപ്പിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തലശ്ശേരിയിലെടുത്ത അതേ നിലപാട് എറണാകുളത്ത് എടുത്തിരുന്നെങ്കിൽ ആ കാര്യം ആഹ്വാനം ചെയ്യുക, ജനങ്ങളോട് ആഹ്വാനം ചെയ്യുക. ഇതാണ് നമ്മുടെ ലിറ്റർജിയുടെ നിലപാട്. ഇത് നടപ്പാക്കാൻ ജനങ്ങള് മെത്രന്മാരെ കൂടെ നിൽക്കണം. നിങ്ങൾ അച്ഛന്മാര് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നോട് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള കർശനമായ നിലപാട് എടുത്തിരുന്നെങ്കിൽ അവനും തിന്നു എന്ന് പറഞ്ഞ ആ പ്രശ്നമുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറുത്തുനിൽപ്പില്ലാതെ പ്രലോഭനത്തിൽ വീഴുന്ന ആ അവസ്ഥ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. അപ്പൊ ഈ ബൈബിൾ എഴുതിയിരിക്കുന്നത് ഇന്നും എന്നും പ്രസക്തമായ കാര്യമായി പറയണേ. ഹവ്വ കബളിപ്പിക്കപ്പെട്ടു. ആദാം അറിഞ്ഞുകൊണ്ട് കെണിയിൽ വീണു. ഹവ്വ കബളിപ്പിക്കപ്പെടുകയായിരുന്നു. ആദാം അറിഞ്ഞുകൊണ്ടാണ് കെണിയിൽ വീണത്. 1 യോഹന്നാൻ 1 ലേഖനം 2:16, തിമോത്തിക്ക് എഴുതിയ 1 ലേഖനം 2:14 ഈ സൂചനകളുണ്ട്. വിലക്കപ്പെട്ട കനി തിന്നു എന്നതല്ല അതിന്റെ പ്രശ്നം. അതിനേക്കാൾ ഗൗരവവും വ്യാപ്തിയുമുണ്ട് ഈ പാപത്തിന്. വെളിപ്പെടുത്തപ്പെട്ട ദൈവവചനത്തെ അവർ നിസാരവൽക്കരിച്ചു. സാത്താൻ പറഞ്ഞ നുണ അവര് വിച്ഛേദിച്ചു. അവൻ നുണയനും നുണയുടെ പിതാവുമാണ്.
അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. ഇതൊക്കെ നമ്മൾ അനുദിനം നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. നുണ പറയാ, ആ നുണ പ്രചരിപ്പിക്കുക. മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞിട്ടില്ല, മാർപ്പാപ്പ കത്തെഴുതിയിട്ടില്ല, മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിട്ടില്ല, അതൊക്കെ തട്ടിപ്പുകളാണ്, അതൊക്കെ മാനിപ്പുലേറ്റഡ് ആണ്, മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഇങ്ങനെ നുണ പറയാൻ മാത്രം ഒരു ചാനൽ തുടങ്ങുക. അപ്പോ ഈ വിലക്കപ്പെട്ട കനി ഇപ്പോഴും തുടരുകയാണ്. അതിങ്ങനെ ലോകാവസാനം വരെ ഉണ്ടാകും തീർച്ചയായിട്ടും. അത് പരിഹാരം ചെയ്യുന്ന കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഈ പറഞ്ഞ ഇതിന്റെ നേർ വിപരീത ദിശയിലാണ് അവസാനത്തെ ആദമായ യേശുക്രിസ്തു നിലയുറപ്പിക്കുന്നതെന്ന് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. തന്റെ നിയമലംഘനത്താൽ മനുഷ്യരെ മുഴുവൻ മരണത്തിന് വിധേയമാക്കി ആദ്യത്തെ ആദാം. തന്റെ അനുസരണത്താൽ മനുഷ്യരെ നിത്യജീവിതത്തിന് അവകാശികളാക്കുന്ന കൃപ ഉറപ്പാക്കി യേശു. റോമാലേഖനം 5:12-21, 1 കൊരിന്തോസ് 15:20-22. ഞാൻ ആവർത്തിക്കുകയാണ്. തന്റെ അനുസരണക്കേടിനാൽ മനുഷ്യരെ മുഴുവൻ മരണത്തിന് വിധേയമാക്കി ആദാം. ഇപ്പോ വിമത വൈദികരും മുന്നേറ്റക്കാരും അവർക്ക് ഒത്താശ ചെയ്യുന്ന സഭാധികാരികളും അനുസരണക്കേടിനാൽ അവരുടെ കുർബാന, ജനാഭിയ കുർബാന പങ്കെടുക്കുന്നവരെ മരണത്തിന് വിധേയമാക്കുകയാണ്. അത് തുടരുകയാണ്. യേശുവാകട്ടെ തന്റെ അനുസരണത്താൽ, അലംഘനീയമായ അനുസരണത്താൽ, മരണം വരെയുള്ള അനുസരണത്താൽ മനുഷ്യരെ നിത്യജീവിതത്തിന് അവകാശികളാക്കുന്ന കൃപ ഉറപ്പാക്കി. ആ കൃപ ചൊരിയപ്പെടുന്ന നിമിഷമാണ് കുർബാന. അത് ധിക്കാരികളും അനുസരണക്കേടുള്ളവരും ചൊല്ലിയാല് എങ്ങനെയാണ് ഈ കൃപ ഉറപ്പാക്കാൻ പറ്റുക? ഇതെന്തുകൊണ്ടാണ് നമ്മുടെ നേതൃത്വം തിരിച്ചറിയാത്ത എന്നുള്ള വലിയ സങ്കടത്തിലാണ് ബഹുഭൂരിപക്ഷം മനുഷ്യര്. പക്ഷെ അതൊന്നും അവരെ തലയിൽ കയറുന്നില്ല. അവരെ തലയിൽ കയറുന്നത് ഏതാനും വൈദികര് മാത്രമാണ്. അവരെ പിന്തുണയ്ക്കുന്ന ചിങ്കിടികളായ മുന്നേറ്റക്കാർ മാത്രമാണ്. ഈ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഇതേക്കുറിച്ച് വളരെ മനോഹരമായ ഒരു വ്യാഖ്യാനം നൽകുന്നുണ്ട്. നമുക്കെതിരെ സാത്താൻ ഉപയോഗിച്ച അതേ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് യേശു പിശാചിനെ കീഴ്പ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ വാക്കുകളാ: ഒരു കന്യക, ഒരു മരം, മരണം. നമ്മുടെ അസ്തമയത്തിന്റെ സൂചനകളായിരുന്ന ഇവ ഇപ്പോൾ നമ്മുടെ വിജയത്തിന്റെ ചിഹ്നമാണ്. ഒരു കന്യക, ഒരു മരം, മരണം. ഹവ്വ എന്ന കന്യകയ്ക്ക് പകരം മറിയം എന്ന കന്യക. അറിവിന്റെ വൃക്ഷത്തിന് പകരം കുരിശ് എന്ന തടി. ആദാമിന്റെ മരണത്തിന് പകരം യേശുവിന്റെ മരണം. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഈ ശ്മശാനവും കുരിശും, ഗ്രേവിയാർഡ് ആൻഡ് ദ ക്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ രചനയിൽ പറഞ്ഞിരിക്കുന്നതാണ്. പിശാച് ഏതെല്ലാം ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണോ ആദാമിനെ അനുസരണക്കേടിലേക്ക് തള്ളിയിട്ടത്, അതേ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് യേശു അനുസരണത്തിലേക്ക് നമ്മൾ എടുത്തു വെക്കുന്നത്. ഇങ്ങനെ അനുസരണക്കേട്, ധിക്കാരം, ദൈവം വേണ്ട, ഞങ്ങൾ തന്നെ ദൈവം, ഇങ്ങനെയൊക്കെ അവര് വിചാരിച്ച് ഈ അതിർത്തികളെല്ലാം ലംഘിച്ച്, ദൈവം പറഞ്ഞ എല്ലാ അതിരുകളിലും ലംഘിച്ച് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? തങ്ങൾ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞു. ദൈവത്തെ പോലെയാകും എന്നാണ് പിശാച് പറഞ്ഞത്, സർപ്പം പറഞ്ഞത്. എന്നിട്ടിപ്പോൾ തിരിച്ചറിഞ്ഞതോ തങ്ങള് നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞു. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അതിനു മുമ്പ് നഗ്നരായിരുന്നില്ലേ? ആയിരുന്നു. കുറ്റബോധം കൊണ്ട് അവർ കീഴടക്കപ്പെടുന്നതാണ്. കുറ്റബോധം, പാപബോധം മാത്രമല്ല, കുറ്റബോധം. ആദ്യ ദമ്പതികളുടെ നിഷ്കളങ്കത നഷ്ടപ്പെട്ടു എന്നാണ് ഈ തങ്ങൾ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നതിന്റെ അർത്ഥം. പാപം ചെയ്തതോടെ ദൈവം ലോകത്തിൽ നിന്ന് പിൻവാങ്ങിയെന്നും മരണം ഭരിക്കാൻ ആരംഭിച്ചുവെന്നും ആഫ്രിക്കയിലെ ചില ഗോത്രങ്ങളിലെ കഥകളുണ്ട്. അപ്പോ ദൈവം ലോകത്ത് പിൻവാങ്ങി മരണം ഭരിക്കാൻ ആരംഭിച്ചു. ഈ മരണത്തിന്റെ ഭരണത്തിന്റെ ആരംഭം അതാണ് തങ്ങൾ നഗ്നരാണെന്ന് തിരിച്ചറിവ് എന്നാണ് ആഫ്രിക്കയിൽ പഠിപ്പിക്കുന്നത്. അതിനൊരു അർത്ഥമുണ്ട്. നഗ്നത എന്നതിന് നിസ്സഹായാവസ്ഥ എന്നൊരു സൂചനയുണ്ട്. പാപത്തിന് മുമ്പ് അവർ പങ്കാളിയുടെ നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്തില്ല. ഇപ്പോൾ ചൂഷണം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. പാപം ചെയ്തതിന് മുമ്പും അവർ നഗ്നരായിരുന്നു, പക്ഷെ അത് ചൂഷണം ചെയ്തില്ല. ഈ നഗ്നത എന്ന് പറയുന്നത് നിസ്സഹായാവസ്ഥയാണ്, നിസ്സഹായ അവസ്ഥ. ആ നിസ്സഹായ അവസ്ഥയെ ചൂഷണം ചെയ്തില്ല പാപത്തിന് മുമ്പ്. പാപം ചെയ്തു കഴിഞ്ഞപ്പോഴോ ഈ നഗ്നതയെ ചൂഷണം ചെയ്യാൻ ആരംഭിച്ചു. ആ ചൂഷണം അങ്ങേയറ്റം പാപത്തിന്റെ തന്നെ എല്ലാ തിന്മയുടെ എല്ലാ അതിർത്തികളും ലംഘിച്ച് പോവുകയാണ്. പിന്നീട് തീർന്നില്ല, വേറൊരർത്ഥം കൂടിയുണ്ട്. പാപം ജീവിതത്തിനും ജീവനും രോഗവും ഭീഷണിയും അപകടങ്ങളും ഉണ്ടാക്കുന്നു. യോഹന്നാൻ 5:14 അങ്ങനെ സൂചനയുണ്ട്.
മർക്കോസ് 2:5 അതായത് ജീവിതത്തിനും ജീവനും രോഗവും ഭീഷണിയും അപകടങ്ങളും ഉണ്ടാക്കുകയാണ് പാപം. എങ്കിലും എല്ലാ രോഗങ്ങളും പാപത്തിന്റെ ഫലമല്ല. ചിലതെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തികൾ, ചില രോഗങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രകടമാകാൻ വേണ്ടിയുള്ളതാണെന്ന് യേശു വെളിപ്പെടുത്തിയിട്ടുണ്ട് യോഹന്നാൻ സുവിശേഷം 9-ാം 1 മുതലുള്ള വാക്യങ്ങളിൽ. ഇനി 7-ാമത്തെ വാക്യമാണ്, ഈ തങ്ങൾ നഗ്നനാണെന്ന് തിരിച്ചറിഞ്ഞതിനാൽ അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി ധരിച്ചു. ദൈവത്തിന്റെ ശത്രുക്കളായി തങ്ങൾ മാറി എന്നാണ് ആദാമും ഹവ്വയും നിഗമനത്തിലെത്തുന്നത്. ദൈവത്തിന്റെ ശത്രുക്കളായി. അപ്പോൾ ആദ്യ ദമ്പതികൾ തങ്ങൾക്ക് തന്നെ അന്യരായി. അപ്പൊ തങ്ങൾക്ക് തന്നെ തങ്ങൾ വിദേശികളെ പോലെയായി, അന്യരായി. അവർ അവർക്ക് തന്നെ ശത്രുക്കളായി. തങ്ങൾ ദൈവത്തിന് ശത്രുക്കളായപ്പോൾ അവർ അവർക്ക് തന്നെ ശത്രുക്കളായി. നമ്മൾ പിന്നീട് ഈശോ ഈ ധൂർത്തപുത്രന്റെ കഥ പറയുമ്പോൾ അവൻ ഇല്ലേ അന്യദേശത്തേക്ക് പോയി. അവിടെ വെച്ച് അവന് സുബോധമുണ്ടായി. സുബോധമുണ്ടായി നമ്മുടെ തർജ്ജമയാണ്. ഈശോ പറഞ്ഞത് സുബോധമുണ്ടായി എന്നല്ല, അവൻ തന്നിലേക്ക് തന്നെ വന്നു എന്നാണ്. അവൻ തന്നിലേക്ക് തന്നെ വന്നു. അതായത് അപ്പന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അവനിൽ നിന്ന് തന്നെയാണ് ഇറങ്ങിപ്പോയത്. അവന്റെ സ്വത്വത്തിൽ നിന്നാണ് അവൻ ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് അവൻ അടിമയായത്. മകനായിരുന്നവൻ അടിമയായി. കാരണം എന്താ? അവനെ തന്നെ ശത്രുവായി. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അത്തിയിലകൾ കൂട്ടിത്തുന്നി അരക്കച്ചുണ്ടാക്കണവര് ദൈവം തങ്ങൾക്ക് ശത്രുവായി കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ വചനം ധിക്കരിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവം വേണ്ട എന്നൊരു നിലപാടെടുത്തപ്പോൾ, ഞങ്ങൾ നന്മയും തിന്മയും ഞങ്ങൾ തന്നെ നിശ്ചയിച്ചോളാം, ദൈവത്തിന്റെയും അധികാരികൾ ആവശ്യമില്ല എന്നൊരു നിലപാടെടുത്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ ശത്രുക്കളായി. അവർ അവരിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയി. ആദ്യ ദമ്പതികൾ അവർക്ക് തന്നെ ശത്രുക്കളായി, അന്യരായി. ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ നാം നമ്മിൽ നിന്ന് തന്നെയാണ് അകന്നു പോകുന്നത്. പാപത്തിന്റെ അലങ്കോലത്തിലേക്കാണ് തങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെട്ടിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ ആദ്യ ദമ്പതികള് തങ്ങളുടെ കുറ്റബോധവും നാണവും മറയ്ക്കാൻ ശ്രമം നടത്തുകയാണ്. പാപത്തിന്റെ അലങ്കോലത്തിലേക്കാണ് തങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെട്ടത്. അത് തിരിച്ചറിഞ്ഞ ആദ്യ ദമ്പതികള് ആ കുറ്റബോധം, ആ നാണം, അതൊക്കെ മറയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഈ അത്തിയിലകളൊക്കെ കൂട്ടിത്തുന്നി തങ്ങളെ തന്നെ മറയ്ക്കാനുള്ള ശ്രമം. എന്നാൽ ഉൽപ്പത്തി 3:21 പറയുന്നുണ്ട്, ദൈവം അവരെ മൃഗങ്ങളുടെ തുകൽ കൊണ്ടുള്ള കുപ്പായം ധരിപ്പിക്കുന്നുവെന്ന്. മൃഗങ്ങളുടെ തുകൽ കൊണ്ടുള്ള കുപ്പായം. അത്തിയിലകൾ പോരാന്നും അത് നാണം മറയ്ക്കാൻ പോരെന്നും മൃഗങ്ങളുടെ തുകൽ കൊണ്ടുള്ള കുപ്പായം വേണമെന്നും ദൈവം നിശ്ചയിക്കുന്നു. നമ്മളെ വിശദമായിട്ട് പിന്നീട് കാണും. ഉൽപ്പത്തി 3:21 അതിന്റെ സൂചന മാത്രം ഞാൻ പറയാം. മൃഗബലികളിലേക്കുള്ള സൂചനയാണ്. രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപത്തെ കൈകാര്യം ചെയ്യാനാവില്ല എന്ന സൂചന നൽകുകയാണ്. ലേവ്യര് 17:11, ഹെബ്രായ ലേഖനം 9:22. രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനമില്ല. വിശദമായിട്ട് നമുക്ക് പിന്നീട് കാണാം. ഇപ്പൊ ഞാൻ ചെറിയ സൂചന മാത്രം പറയാം. മൃഗബലികൾ തുടങ്ങാനുണ്ടായ കാരണം അതാണ്. പക്ഷേ മൃഗബലികൾ പോരാ. എന്തുകൊണ്ടാ? മൃഗങ്ങളൊന്നും പാപം ചെയ്യണില്ല. കാരണം മൃഗങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. ഈ നന്മത്തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം മൃഗങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പാപം ചെയ്യാൻ കഴിയില്ല, സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ട്. ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ ഒരാളുടെ രക്തം ചിന്തിയാലേ പാപങ്ങൾക്ക് മോചനമാകൂ. അതാണ് ഈ മൃഗങ്ങളുടെ തുകൽ കൊണ്ടുള്ള കുപ്പായം ധരിപ്പിക്കുമ്പോൾ രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനം ഇല്ല എന്നുള്ള ഒരു പരോക്ഷ സൂചന ദൈവം കൊടുക്കുകയാണ്. ഇവര് പാപം ചെയ്തു, കുറ്റബോധമായി, അതിൽ രക്ഷ പ്രാപിക്കണമെങ്കിൽ രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനമില്ല. അത് മൃഗബലികളല്ല, ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ ഒരുവന്റെ രക്തം. ഇത് അബ്രഹാമിനോട് പറയുന്ന വാക്യത്തിലുണ്ട്. ഈ മോറിയ മലയിലേക്ക് അബ്രഹാം ഇസഹാക്കിനെ കൊണ്ടുപോകുമ്പോൾ ഇസഹാക്ക് അപ്പനോട് ചോദിക്കുന്നുണ്ട്, അപ്പ നമ്മളെല്ലാം എടുത്തു, തീയെടുത്തു, വിറകെടുത്തു, അഗ്നി എടുത്തു, പക്ഷെ ബലി കഴിക്കപ്പെടാനുള്ള ആട്ടിൻകുട്ടി എവിടെ? അപ്പൊ അതിന് അബ്രഹാം പറയുന്ന വാക്ക്, അബ്രഹാമിന്റെ വായിലൂടെ വരുന്ന വാക്ക്, വാസ്തവത്തിൽ അത് ഒരു ഭയങ്കര വലിയൊരു പ്രവചനമാണ്. രണ്ട് തരത്തിൽ അത് തർജ്ജമ ചെയ്യാം. അബ്രഹാം പറയുന്ന വാക്ക് എങ്ങനെയാണ്? ഗോഡ് വിൽ പ്രൊവൈഡ് മൈ സൺ. യാഹ്വേ ഇരേ എന്നാണ് ഹീബ്രുവിലെ. ഗോഡ് വിൽ പ്രൊവൈഡ്. The Lord will provide the lamb for the sacrifice.
അങ്ങനെയാണ് അബ്രഹാം പറയുന്നത്, ദ ലോർഡ് ഹിംസെൽഫ് വിൽ പ്രൊവൈഡ് ദ ലാം ഫോർ ദ സാക്രിഫൈസ്. കർത്താവ് തന്നെ ബലിക്ക് വേണ്ട കുഞ്ഞാടിനെ നൽകും എന്നാണ് അബ്രഹാം പറയുന്നത്. പക്ഷെ അത് ഹീബ്രുവിൽ വേറെ തരത്തിൽ തർജ്ജമ ചെയ്യാം. ദ ലോർഡ് വിൽ പ്രൊവൈഡ് ദ ലാം ഹിംസെൽഫ് ഫോർ ദ സാക്രിഫൈസ്. കർത്താവ് കുഞ്ഞാടായി വന്ന് ബലിക്കുള്ള മൃഗമായി കർത്താവ് തന്നെ വരും. ബലിക്കുള്ള മൃഗമായി കുഞ്ഞാടായി കർത്താവ് തന്നെ വരും. ദ ലോർഡ് വിൽ പ്രൊവൈഡ് ദ ലാം ഹിംസെൽഫ്. കർത്താവ് തന്നെയാണ് കുഞ്ഞാടായി വരിക. കർത്താവ് തന്നെ കുഞ്ഞാടായി നൽകും. തന്നെ നൽകും കുഞ്ഞാടായി. അന്നത് അബ്രഹാമിന് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഇസ്ഹാക്കിന് പകരം ഒരു കുഞ്ഞാടിനെ ബലിയഴിച്ചത്. പക്ഷെ പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത്, മൃഗബലികൾ പോരാ, രക്തം ചിന്തണം. ആ രക്തം എന്ന് പറയുന്നത്, രക്തം വെച്ച ജീവൻ, പകരം ജീവൻ കൊടുക്കണം. വളരെ സിമ്പിളാണ് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ മരണചിട്ടിക്ക് അർഹരാണ്. പാപം ചെയ്യുമ്പോൾ അനുസരണക്കേട് കാണിച്ചാൽ നമ്മൾ മരണചിട്ടിക്ക് അർഹരാണ്, മരണത്തിലാണ്, നരകത്തിലാണ്. പാപം ചെയ്യുമ്പോൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ നമ്മൾ പാപത്തിലാണ്, മരണത്തിലാണ്, നരകത്തിലാണ്. മരണശിക്ഷ നമുക്ക് അർഹതയുണ്ട്. നമ്മൾ ഈ മരണശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് മരണശിക്ഷ നമ്മൾ ഒഴിവാക്കണമെങ്കിൽ പകരം ഒരു ജീവൻ കൊടുക്കണം. അത് മൃഗങ്ങളുടെ ജീവൻ കൊടുത്താൽ പോരാ. നമ്മളെ മരണശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ ഒരാളുടെ ജീവൻ, രക്തം പകരം കൊടുക്കണം. ഈ ആത്മാവിന്റെ വാൾ എന്ന് പറഞ്ഞിട്ട് എന്റെ പുസ്തകങ്ങളുണ്ട്, 5 വോളിയം പുസ്തകമുണ്ട്. അതിൽ വിശദമായിട്ട് ഞാൻ പല സ്ഥലത്തും ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് അറിയുന്നവർക്ക് 4 സ്ട്രീംസ് ഓഫ് ലവ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് ഞാൻ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ദ ഗോസ്പൽ അക്കൗണ്ട് ബിലവഡ് ഡിസൈപ്പിൾ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഇംഗ്ലീഷ് പുസ്തകമുണ്ട്. അതിലും ഇത് വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതൊക്കെ വായിച്ച് അതിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാം. ഇല്ലെങ്കിൽ മാണിപ്പറമ്പിലച്ചൻ്റെ പ്രഭാഷണങ്ങൾ എന്ന് പറഞ്ഞിട്ട് 42 പ്രസംഗങ്ങൾ 32 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അങ്ങനെ ഒരു DVD ഉണ്ട്. വേണമെങ്കിൽ അത് നിങ്ങൾക്ക് പെൻഡ്രൈവ് ആയിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും. എൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ഒറ്റ ടോക്കിൽ ഇതെല്ലാം കൂടി പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയാണ്. അപ്പൊ അത്തിയിലകൾ പോരാ, മൃഗത്തോല് തന്നെ വേണമെന്ന് ദൈവം നിശ്ചയിച്ചതിന് കാരണം രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനം ഉണ്ടാകില്ല. ഈ ആദ്യ പാപത്തിന്റെ സകല പൊരുളുകളും എടുത്തു മാറ്റണമെങ്കിൽ, അതിന്റെ വിവിധ ചക്രവാളങ്ങളെല്ലാം കൈകാര്യം ചെയ്യണമെങ്കിൽ രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനം ഇല്ല എന്നൊരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വിശദാംശങ്ങൾ പിന്നീട് നമ്മൾ ചർച്ച ചെയ്യും. ഈ ആദ്യ പാപം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരെയും പാപം തന്നെയാണ്. വാസ്തവത്തിൽ ആദ്യം ചെയ്തു, അത് ആദാം മറ്റെല്ലാ മനുഷ്യരുടെയും പ്രതിനിധി ആയതുകൊണ്ട് ആദാമിന്റെ പാപം എല്ലാവരെയും ബാധിക്കുന്നു. പക്ഷെ നമ്മളെല്ലാവരും ചെയ്യുന്നതും ആ ആദാമിന്റെ പാപത്തിലേക്ക് സംഭാവന ചെയ്യാണ്. നമുക്കും നമ്മുടെ പാപങ്ങൾക്കുള്ള വേരുകളും ഇതൊക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി ആവർത്തിക്കുന്നില്ല. ഇതിന് ഈ പൗലോസ്ലിക റോമാലേഖനം 7-ാമത്തെ അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ്ലിക പറയുന്നുണ്ട്, ഞാൻ വിചാരിക്കുന്ന നന്മയല്ല വിചാരിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത്. വിചാരിക്കുന്ന നന്മയല്ല വിചാരിക്കുന്ന തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത്. ഈ പാപക്കയത്തിൽ നിന്ന്, അടിത്തട്ടില്ലാത്ത പാപക്കയത്തിൽ നിന്ന് ആരെന്നെ രക്ഷിക്കും? നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ നമുക്ക് നൽകിയതിന് ദൈവത്തിന് സ്തുതി. എന്ന് വെച്ചാൽ നമ്മൾ വീണ് കിടക്കുന്ന ഈ അടിത്തട്ടില്ലാത്ത പാപക്കയത്തിൽ നിന്ന് നമുക്ക് സ്വയമേവ രക്ഷപ്പെടാൻ കഴിയില്ല. അതിന് യേശു ക്രിസ്തു മുകളിൽ നിന്ന് വന്നു. അവന്റെ കൈ പിടിച്ച് ഈ കുഴിയിൽ നിന്നും കയറാൻ കഴിയും. അവന്റെ കൈ പിടിച്ച് നമ്മൾ കുഴിയിൽ നിന്ന് കയറുന്നതാണ് കുമ്പസാരം എന്ന കൂദാശ. മാരകമായ പാപങ്ങൾക്ക്, മറ്റ് ലഘുപാപങ്ങൾക്കെല്ലാം പ്രാർത്ഥനയും അതുപോലെ മറ്റു കൂദാശകളും മതി. അപ്പൊ കർത്താവിന്റെ കൈ പിടിച്ച് ഈ പാപക്കയത്തിൽ നമ്മൾ കയറുകയാണ്. കർത്താവിനെ നമുക്ക് നൽകിയതിന് ദൈവപിതാവിന് സ്തുതി, സ്തോത്രം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.